നഷ്ടമായി എന്നറിഞ്ഞതിന് ശേഷവും ഒരാളെ മാത്രം സ്നേഹിക്കാൻ കഴിയുക എന്നത് എത്ര മനോഹരമായ ഒരു കാര്യമാണ്. പ്രതീക്ഷകളെ കൂട്ടുപിടിച്ചും അല്ലാതെയുമൊക്കെയുള്ള ഉപാധികളില്ലാത്ത പരിശുദ്ധമായ സ്നേഹം. അത്തരത്തിലൊരു പ്രണയ വിരഹ കഥയാണ് ശ്രീനന്ദനയുടേത്. അഷ്ടപതി ശ്ലോകങ്ങളിലൂടെ പരസ്പരം പ്രണയിച്ചവർ ശ്രീനന്ദനയും നിരഞ്ജനും. മറ്റാരെക്കാളും അധികം അവളെ മനസ്സിലാക്കിയവനായിരുന്നു നിരഞ്ജൻ. രാധാമാധവ സമാനമായ അവരുടെ ജീവിതവും പ്രണയവും വിരഹവും കാത്തിരിപ്പുമെല്ലാം നിറയുന്ന ഒരു പുസ്തകമാണ് മായാകിരണിൻ്റെ തവ വിരഹേ കേശവ. ഒരു ഗൈനക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ ശ്രീനന്ദനയുടെ പുതിയ എഴുത്തിലൂടെയാണ് അവരുടെ പ്രണയത്തിൻ്റെ തുടക്കം നാം കാണുന്നത്. കൗമാരത്തിൽ ആരംഭിച്ച് കാലക്രമേണ കൂടുതൽ ആഴത്തിൽ വേരിറങ്ങിയ സുന്ദരമായ പ്രണയം. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മയോടൊപ്പം സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ഒപ്പം വിദ്യാഭ്യാസവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി. അതാണ് ശ്രീനന്ദന. അവളുടെ ജീവിതത്തിലെ എരിയുന്ന വേനലിന് ഒരു തണലായിരുന്നു നിരഞ്ജൻ. അവളെയും അവളുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കി അവളെ പൂർണ്ണമായി പിന്തുണച്ചിരുന്ന ഒരു പ്രിയ തോഴൻ. എന്നാൽ അവരുടെ അതിസുന്ദരമായ പ്രണയകഥയ്ക്ക് അത്ര സുഖകരമായ ഒരു അന്ത്യമായിരുന്നില്ല വിധി നിശ്ചയിച്ചിരുന്നത്. അഷ്ടപതിയും സോപാന സംഗീതവും ഇടയ്ക്കയുടെ താളവും ഗന്ധർവൻ പാട്ടുമൊക്കെ നിറയുന്ന പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ കഥ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വായനാനുഭവം തന്നെയാണ് എനിക്ക് നൽകിയത്. പ്രധാന കഥാപാത്രങ്ങളായ ശ്രീനന്ദനയുടെയും നിരഞ്ജൻ്റെയും ഒപ്പം തന്നെ മറ്റൊരു പേരുകൂടി എടുത്തു പറയാതെ വയ്യ, ഡോക്ടർ അനന്തനാരായണൻ. പ്രധാന കഥയോടൊപ്പം തന്നെ ഈ കഥാപാത്രവും എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഥയുടെ മർമ്മപ്രധാനമായ പല ഭാഗങ്ങളും പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല. പ്രണയകഥകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് തവ വിരഹേ കേശവ. ഇനി മറ്റ് ജോണറുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകം തിരഞ്ഞെടുക്കാവുന്നതാണ്.